പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിരിക്കുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് SDPI നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുണ്ടായിരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, നമുക്കറിയാം ഇത് BJPയും ഒപ്പം തന്നെ കോൺഗ്രസും UDFും ഒരേ തുല്യ സീറ്റ് എന്ന രീതിയിലേക്കാണ് വന്നത്. പിന്നീട് SDPക്കായുടെ 3 സീറ്റ് ഇത് നറുക്കെടുപ്പിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ അവിടെ പാലിച്ചില്ല ചട്ടങ്ങൾ എന്നുള്ളതാണ് SDPയുടെ പരാതിയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അനുജ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കേരളത്തിലെ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തായിരുന്നു. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ 5 സീറ്റ് വീതം നേടി UDFും BJPയും തുല്യരാകുന്നു. 3 സീറ്റ് വീതം നേടി SDPI അവിടെ ഒരു നിർണായക ശക്തിയാകുന്നു. ഒരു സീറ്റ് മാത്രമാണ് LDFന് CPMന് ലഭിച്ചത്. അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFും BJPയും മത്സരിക്കുന്നു. UDFനെ SDPI പിന്തുണയ്ക്കുന്നു. അതോടുകൂടി പ്രസിഡന്റായിട്ട് വിജയിച്ച UDF സ്ഥാനാർത്ഥി SDPI പിന്തുണയോടുകൂടി തന്നെ ജയിച്ചതുകൊണ്ട് ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ഈ മാസം 19-ാം തീയതിയാണ് കോട്ടാങ്ങലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ അന്ന് 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അവിടെ BJPയും UDFും SDPIയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അങ്ങനെ BJPക്ക് 5, UDFന് 5, SDPIക്ക് 3. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 വോട്ടുകൾക്ക് വീതം നേടിയ UDFും BJPയും പിന്നീട് അതിനകത്ത് നറുക്കെടുപ്പിലേക്ക് പോകുന്നു. നറുക്കെടുപ്പിൽ 2 കൂട്ടരുടെയും BJPയുടെയും UDFിന്റെയും സ്ഥാനാർത്ഥിയുടെയും 2 പേരുടെയും പേരുകൾ നറുക്കിട്ട് അതിൽ നിന്ന് വരണാധികാരി ആരുടെ പേരാണോ നറുക്കെടുപ്പിൽ എടുക്കുന്നത് അവരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ അവിടെ നടന്നത് വരണാധികാരി നറുക്കെടുപ്പിൽ ആരുടെ പേരാണോ എടുത്തത് ആ ആളെ ഒഴിവാക്കിക്കൊണ്ട് എടുക്കാത്തയാളുടെ പേര്, അത് BJP പ്രതിനിധിയായിരുന്നു. അങ്ങനെ BJP പ്രതിനിധിയെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് SDPI അന്ന് തന്നെ വാർത്താസമ്മേളനം വിളിച്ച് അറിയിച്ചതാണ്. അതിനു പിന്നാലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും അടക്കം SDPI പരാതി കൊടുത്തിരുന്നു. ആ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് വരണാധികാരി കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ആരുടെ പേരാണോ നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത് ആ വ്യക്തിയെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ചട്ടം. അത് വരണാധികാരിയുടെ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു, അസാധുവാക്കുന്നു എന്നുള്ള ഉത്തരവാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. SDPI നൽകിയ പരാതിയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അനുജ, ഇനിയിപ്പോൾ ഇതിൽ അടുത്ത നടപടി എങ്ങനെയാകും? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണല്ലോ അസാധുവാക്കി കമ്മീഷൻ മാറ്റിയിട്ടുള്ളത്. ഷിജോ, അനുജ, സ്വാഭാവികമായിട്ടും ഇനി കോട്ടാങ്ങലിൽ പഞ്ചായത്ത് പ്രസിഡന്റുമില്ല വൈസ് പ്രസിഡന്റും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ മാസം 19-ാം തീയതിയാണ് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഇനിയിപ്പോൾ SDPI ആരെയും പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിഞ്ഞ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഇതിനിപ്പോൾ കോടതി വ്യവഹാര നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ കോടതി ഇപ്പോൾ സ്വാഭാവികമായിട്ടും BJPയും UDFും അവിടെ തുല്യത പാലിക്കുകയാണ്. അപ്പോൾ SDPIയുടെ പിന്തുണ ആർക്കാണോ കിട്ടുക അവർ അവിടെ ഭരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ UDFനെ പിന്തുണയ്ക്കാൻ SDPI തീരുമാനിക്കുന്നു. അങ്ങനെ 5 വർഷത്തെ അവിടെ ഭരണം പോകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ഭരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതിയിലേക്ക് പോകും. അപ്പോൾ കോടതി പറയും രണ്ടാമത് നിൽക്കുന്ന കക്ഷി ആരാണ്, അപ്പോൾ തുല്യത കിട്ടിയ BJP ഭരിക്കാൻ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വന്ന ആളാണോ അവർ ഭരിക്കട്ടെ എന്ന് പറയും. പിന്തുണ കിട്ടിയ ആൾ SDPIയുടെ പിന്തുണ കിട്ടുന്നു, ഞങ്ങൾ ഭരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ വിഭാഗം അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷി കോടതിയിലേക്ക് പോയാൽ കോടതി നിർദ്ദേശപ്രകാരം രണ്ടാമത് നിൽക്കുന്ന കക്ഷി ആരാണോ അവർ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ SDPIയുടെ പിന്തുണ ആർക്കാണ് എന്നുള്ളതാണ് നിർണായകമാകുക. നിലവിൽ ആരെയും പിന്തുണയ്ക്കില്ല എന്നുള്ള നിലപാട് SDPI സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഇനി നിർണായകമാകും. ഇനിയിപ്പോൾ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിയമപരമായിട്ടുള്ള നൂലാമാലകളിലേക്ക് പോകും. അതിനകത്ത് പോവുകയാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.